അപ്പോഴത്തേനും ഒരുപാട് ഡിലേ ആയിപ്പോവും. പിന്നെ ഞാൻ വെച്ച ഡോക്യുമെൻറ്റ്സൊക്കെ മാറ്റി കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആദ്യം മുതലേ ചെയ്യണം. അപ്പം ആകെ ഈ കോളേജിൽ നിന്ന് ഈ മെയിൽ വന്നു. ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഞങ്ങൾ ഇത്രയും ചെയ്തിട്ട് എല്ലാം അവതാളത്തിലാവുമോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പം മാതാവാണ് എനിക്ക് കാനഡ എന്നുള്ള വഴി കാണിച്ചു തന്നത്. അപ്പം ഇത്ര എത്തിച്ച എൻ്റെ മാതാവാണെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ശരിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അതുൽ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 8-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് 2021 ആഗസ്റ്റ് മാസത്തിലാണ് ഞാൻ വരുന്നത്. ആ സമയത്ത് ഇവിടെ കൊറോണ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റിയുടെ കൂടെയും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് വന്നത്. എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റിയില്ല, ഉടമ്പടി എടുക്കാൻ. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചുപോയി. അപ്പോൾ ഈ 2021 ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ +2 പാസ്സായി നിൽക്കുന്ന സമയമാണ്. +2 പാസ്സായിട്ട് ഏത് മേഖലയിലോട്ട് എനിക്ക് അടുത്തത് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ +2 പാസ്സായി കഴിഞ്ഞാൽ ഞാൻ മെർച്ചൻ്റ് നേവിയുടെ ഒക്കെ എക്സാം എഴുതിയായിരുന്നു. ഏകദേശം ഒരു 5 കമ്പനിയുടെയോളം ഞാൻ എക്സാം എഴുതി. അതിന് 3 ഞാൻ എക്സാമിന് എന്നെ തോറ്റു. 2 ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഇത് കിട്ടിയായിരുന്നു. എക്സാം പാസ്സായിട്ട് 2 ഇൻ്റർവ്യൂവിന് ഞാൻ തോറ്റു. അങ്ങനെ അത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് ചേരാമെന്ന് വിചാരിച്ചു. എൻജിനീയറിങ്ങിന് ചേരാമെന്ന് വിചാരിച്ച് കീമൊക്കെ എഴുതി. അങ്ങനെ കോളേജിൽ ഏകദേശം സീറ്റ് സെറ്റായി. വിമൽ ജ്യോതി എൻജിനീയറിങ് കോളേജ് എന്ന് പറയും, അവിടെ സീറ്റ് സെറ്റായി. അങ്ങനെ പക്ഷേ എന്നാലും എൻ്റെ മനസ്സിന് തീരെ ഒരു ഉറപ്പില്ലായിരുന്നു ഇതെടുത്താൽ ശരിയാവുമോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ എൻജിനീയറിങ് വേണ്ടാമെന്ന് വിചാരിച്ച് എൻജിനീയറിങ് ഒഴിവാക്കി അവസാനം പോളിടെക്നിക്കിലേക്ക് പോയാലോ എന്ന് വിചാരിച്ച് പോളിടെക്നിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അലോട്ട്മെൻറ്റ് കൊടുക്കുമല്ലോ, അലോട്ട്മെൻറ്റ് കൊടുത്ത് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൽ വിഷമം. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അവിടെ ആ കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. എങ്ങനെ ഉറച്ചിരിക്കാൻ പറ്റില്ല ഒരു കോഴ്സിൽ. അങ്ങനെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പക്ഷേ ഞാനത് നോക്കിയില്ല. ഞാൻ ആ കോഴ്സ് വേണ്ടാന്ന് വെച്ചു. അവസാനം BSc ഡിഗ്രിക്ക് ചേരാമെന്ന് വിചാരിച്ചു. BSc ഡിഗ്രിക്കിനും ചേർന്ന് നല്ലൊരു കോളേജിൽ തന്നെ എനിക്ക് സീറ്റ് സെറ്റായി. പക്ഷേ അങ്ങനെ BSc ഡിഗ്രിക്ക് BSc ഡിഗ്രി ഉറപ്പിച്ചു. ആ സമയത്ത് ഈ +2 കഴിയുമ്പോൾ ഈ കരിയർ ഗൈഡൻസുകാർ വിളിക്കുമല്ലോ നമ്മളെ. അങ്ങനെ എന്നെ സ്ഥിരം വിളിക്കാറുണ്ടായിരുന്നു ഇഷ്ടംപോലെ പേര്. അങ്ങനെ കുറേ പേര് ഞാൻ ഇന്ന കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞ് കുറേ ഏജൻസിക്കാരെ, കുറേ കരിയർ ഗൈഡൻസുകാരെ ഞാൻ ഒഴിവാക്കി. അങ്ങനെ അവസാനം ഈ ചാവറ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ടീമുണ്ട്. അപ്പോൾ ഞാൻ BSc ഡിഗ്രിക്ക് പോകാൻ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇവരെന്നെ വിളിച്ച്, ഞാൻ എടുക്കാറില്ല, ഇവർ വിളിക്കാൻ എടുക്കാറില്ല, ഞാൻ ഫോൺ സൈലൻ്റാക്കി വെക്കാറാണ്. ഒരു ദിവസം ഞാൻ വീടിൻ്റെ പുറത്ത് ഞാൻ പണി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വിളിച്ച് ഞാൻ ഫോൺ സൈലൻ്റാക്കി വെച്ചു. അപ്പോൾ അമ്മ അത് ചാടി കയറി എടുത്തു. അമ്മ എടുത്തിട്ട് അവർ സംസാരിച്ചു, ചേച്ചി ഇങ്ങനെ അതുലിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അവൻ BSc ഡിഗ്രിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കരിയർ ഗൈഡൻസിന് ചേച്ചി പറഞ്ഞു, ചേച്ചി നാളെ ഒരു കരിയർ ഗൈഡൻസ് ഉണ്ട്, അവനെയും കൊണ്ട് നാളെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും പോയി. അങ്ങനെ പോയപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ BSc ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം ഞാൻ ഇവിടെ വന്ന് ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇവിടെ 2021 ആഗസ്റ്റിൽ ഞാൻ ആദ്യം വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയ സമയത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയ അന്ന് രാത്രി എൻ്റെ പപ്പയുടെ ഒരു കൂട്ടുകാരി വളരെ യാദൃശ്ചികമായിട്ട് പുള്ളി രാത്രി വിളിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോയെന്ന് രാത്രി. അപ്പോൾ പുള്ളി പപ്പേനോട് സംസാരിച്ച് എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച്, അങ്ങനെ പുള്ളി ചോദിച്ചു ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു ഇവനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുക, ഏത് മേഖലയിലേക്ക് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ കാനഡയിലോട്ട് വിട്, അവിടെ എൻ്റെ മോനുണ്ട്, നീ അവനെ വിട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ സമയത്തും BSc ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്നാൽ ഞങ്ങളുടെ മനസ്സിലെന്നാൽ കാനഡ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്നാൽ ഞങ്ങൾ BSc ഡിഗ്രിയൊക്കെ പഠിച്ച് അതിൻ്റെ ഹയർ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിലെത്തി. അങ്ങനെ ഞങ്ങൾ ഈ കരിയർ ഗൈഡൻസുകാരോട് ഞങ്ങളിത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഇങ്ങനെ BSc ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു, അത് കഴിഞ്ഞ് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എടാ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല, ഞാൻ BSc ബോട്ടണിയാണ് ഞാൻ ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, എടാ ഇതും കൊണ്ടൊന്നും പുറത്ത് പോയാൽ ഇതിൻ്റെ ഹയർ നിനക്ക് എവിടെയും ജോലി കിട്ടത്തില്ല, നിനക്ക് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത വേറെ ഏതെങ്കിലും ഒന്ന് എടുക്കേണ്ടി വരും, നിൻ്റെ സമയം വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ BSc ഡിഗ്രി എടുക്കാമെന്നുള്ള പ്ലാൻ അവിടെ ഡ്രോപ്പാക്കി. അപ്പം ആ പുള്ളി ജർമ്മനിയിൽ ഈ ഇൻഫർമേഷൻ സയൻസൊക്കെ കഴിഞ്ഞ് പുള്ളി അവിടെ
ഈ മൊബൈലിൻ്റെ ഹാർഡ്വെയറൊക്കെ നേരെയാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, നിനക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഇതെടുത്തോ, എന്നിട്ട് നമുക്ക് ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയാണ് പോയത്. എന്നാൽ ഞങ്ങൾ അന്ന് ആ കോഴ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ജർമ്മനിക്ക്. അപ്പോൾ അവർ 3 കൺട്രി തന്നു, യുക്രൈന്, പോളണ്ട്, അതുപോലെ തന്നെ ജർമ്മനി. യുക്രൈനിൽ ആ സമയത്ത് യുദ്ധമൊന്നുമില്ല. അപ്പോൾ എന്നാൽ യുക്രൈനും പോളണ്ടും ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചു. അങ്ങനെ ജർമ്മനിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാനും അമ്മയും തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അപ്പോൾ പപ്പേനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ, ഇങ്ങനെയാണ് കരിയർ ഗൈഡൻസിൽ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരനോട് പപ്പ ഇങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു, വിടാ ഇങ്ങനെ കരിയർ ഗൈഡൻസിന് പോയി ജർമ്മനിയിലേക്ക് ഇങ്ങനെ ഒരു കോഴ്സിന് പോയാലോ എന്നൊരു പ്ലാനിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിയും പറഞ്ഞു, എൻ്റെ പപ്പയുടെ പേര് ബിനോയ് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, പിന്നെ ബിനോയ് ചേട്ടാ അവനെ ഇതിനൊന്നും വേണ്ട, അവനെ നേരെ കാനഡയിലേക്ക് അയച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് ആദ്യം ഇവിടെ വന്നപ്പോൾ കാണിച്ചെന്ന കാനഡ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ കാനഡയിലേക്ക് പോകാൻ തന്നെ ഫിക്സാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് IELTSന് ചേർന്നല്ലോ, IELTS ചേരണം. അങ്ങനെ IELTSന് ചേർന്നു. അപ്പോൾ IELTS ഫസ്റ്റ് എഴുതുന്നതിന് മുമ്പേ എനിക്കിവിടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതുന്നതിന് മുമ്പേ എനിക്കിവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ വെളുപ്പിന് ഒരു 3:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി 60 കിലോമീറ്റർ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി വെളുപ്പിന് 5 മണിക്ക് ട്രെയിനിന് വന്നാലേ ഇവിടെ എത്തുള്ളൂ ഉച്ചയ്ക്ക്. ആ സമയത്ത് കൊറോണയാണ്, ട്രെയിനും ഇല്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എക്സാം എഴുതുന്നതിന് മുമ്പേ വരണമെന്ന് ഇവിടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് എക്സാം ഞാൻ എഴുതി. ഫസ്റ്റ് എക്സാം എനിക്ക് പൊതുവേ ഈസി ആയിരുന്നു. പക്ഷേ അതിൽ ഒരു മോഡ്യൂളിൽ, ലിസണിങ് മോഡ്യൂളിൽ ഞാൻ ഫെയിലായിപ്പോയി. അങ്ങനെ അടുത്ത ഡേറ്റിൽ തന്നെ, അതായത് അടുത്ത മാസം തന്നെ ഞാൻ 2ാമത്തെ ഡേറ്റ് എടുത്തു. പക്ഷേ ആ സമയത്ത് ആ എക്സാം എഴുതുന്നതിന് മുമ്പേ എനിക്കിവിടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് എക്സാം ഫെയിലായിട്ട് തൊട്ടടുത്ത് തന്നെ ഡേറ്റ് എടുത്തതുകൊണ്ട് എനിക്ക് ആകെ ഒന്നിനും സമയമില്ലായിരുന്നു. എനിക്ക് ഓൺലൈൻ ക്ലാസ് കുറച്ചുകൂടെ കൂടണം എന്നുള്ളതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല 2ാമത്തെ പ്രാവശ്യം. അങ്ങനെ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്തായാലും എനിക്ക് പോയി ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് 11 എനിക്ക് റിസൾട്ട് വരും. മാർച്ച് 8 ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തിട്ട് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയത്. എനിക്ക് എല്ലാം റെഡി ആണെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകണമല്ലോ. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാർച്ച് 11 എനിക്ക് റിസൾട്ട് വരും രാവിലെ. അപ്പോൾ റിസൾട്ട് വരുന്നതിന് തലേ ദിവസം ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ കാശുരൂപം ഞാൻ ഫോണിലാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നു തുടങ്ങിയത്. രാവിലെ അവിടെ പകലാവുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇവിടെ വിളിക്കുമ്പം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് 5:30 ആ ടൈം ആകുമ്പോഴത്തെ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. റിസൾട്ട് വന്ന ഒരു ഇൻബോക്സിൽ എൻ്റെ മെസ്സേജ് കിടപ്പുണ്ട്. പക്ഷേ ഞാനത് നോക്കിയില്ല. ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഞാൻ 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഞാൻ 2 തിരി ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഉടമ്പടിത്തയിൽ ഞാൻ ആ ഫോണിൻ്റെ സ്ക്രീനിൽ ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാൻ തുറക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടതിനേക്കാളും നല്ലൊരു സ്കോർ തന്ന് എനിക്ക് IELTS പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് എനിക്ക് ലോണിന് നോക്കണം, അതുപോലെ തന്നെ ലോണിന് പോകണമായിരുന്നു. IELTS പാസ്സായ പിന്നെ അടുത്ത ലോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ലോണിന് പോകേണ്ടത് SBIയിലാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ എനിക്ക് മുമ്പേ അതായത് എൻ്റെ 2 ഇയർ ഡിപ്ലോമ കോഴ്സ് എടുത്ത വേറെ കോഴ്സാണ്. 2 ഇയർ ഡിപ്ലോമ എടുത്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു SBI ബ്രാഞ്ചിൽ അവനിങ്ങനെ പോയി ലോൺ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഡിപ്ലോമ കോഴ്സിനൊന്നും ലോൺ കൊടുക്കുന്നില്ല, നീ പൊക്കോന്ന് പറഞ്ഞു. അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ അവനെ പറഞ്ഞു വിട്ടു. ഇതൊക്കെ കേട്ടതിന് എനിക്ക് ആകെ പേടിയായി. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് നാളെ പോകണം. ഞങ്ങൾ നാളെ ബാങ്കിൽ ലോണിൻ്റെ പ്രൊസീജിയേഴ്സ് അന്വേഷിക്കാൻ പോവാം. അപ്പം ഇന്ന് പപ്പയുടെ ഒരു കൂട്ടുകാരൻ, അതായത് ഞങ്ങൾ നാളെ പോകുന്നതെങ്കിൽ ഇന്ന് പപ്പയുടെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്ത്, പുള്ളി പോലീസിലാണ്. പുള്ളി വളരെ യാദൃശ്ചികമായിട്ട് പപ്പയുടെ കടയിലേക്ക് വരിക. എന്നിട്ട് പുള്ളി പപ്പേനോട് ചോദിച്ചു അവനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു ഈവനിങ് IELTS പാസ്സായി, ഇനിയിപ്പം ലോണിൻ്റെ നോക്കണം എന്ന് പറഞ്ഞ് നാളെ ബാങ്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു SBIയിലേക്കാണ് പോകുന്നതെങ്കിൽ പുള്ളിയുടെ ഒരു അമ്മാവനുണ്ട്, പുള്ളി അവിടെ റിട്ടയർഡ് മാനേജറാണ്, അപ്പോൾ പുള്ളീനെ ഞാൻ പരിചയപ്പെടുത്തി തരാം, പുള്ളിയുടെ ബേസിക്കൊക്കെ പുള്ളീനെ റെഡിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് അങ്ങനെ ആ ചേട്ടൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് വരികയായിരുന്നു. അങ്ങനെ മാതാവ് ആ പുള്ളിയെ ഞങ്ങൾക്ക് മാനേജറെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് ലോൺ വളരെ എളുപ്പമായിട്ട് ഞങ്ങൾക്ക് ലോൺ ഡിലേ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ പേപ്പർ വർക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം ആദ്യം മുതലേ തുടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പേപ്പർ. പക്ഷേ അങ്ങനെ തടസ്സമൊന്നുമില്ലാതെ മാനേജർ വളരെ നന്നായി പെരുമാറുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടി. അങ്ങനെ ആ സെപ്റ്റംബർ 24 ഞാൻ വിസയ്ക്ക് വെച്ചു. എല്ലാം റെഡിയായി GIC അടച്ച് ഞാൻ വിസയ്ക്ക് വെച്ചു.
സെപ്റ്റംബർ 29 ബയോമെട്രിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബർ 20 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഒക്ടോബർ അവസാനമായപ്പോഴത്തേനും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ വഴി എൻ്റെ കോളേജിലേക്ക് പോകുന്ന കുറച്ച് പിള്ളേരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം ആ ഭാഗത്തു നിന്നുള്ള പിള്ളേരെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഒക്ടോബർ അവസാന ആഴ്ചയായപ്പോഴത്തേനും ഈ കോളേജിലേക്കുള്ള കുറേ പിള്ളേർക്ക് ഓഫർ ലെറ്റർ റിജക്ഷൻ ചെയ്യാൻ തുടങ്ങി, ഓഫർ ലെറ്റർ റിവോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഏജൻസി കോൺടാക്ട് ചെയ്തു, എടാ ഇങ്ങനെ കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ റിവോക്ക് ആവുന്നുണ്ട്, നിനക്ക് അങ്ങനെ വല്ല മെയിലും വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ മെയിലൊന്നും വന്നിട്ടില്ല. ചേച്ചി പറഞ്ഞു, നീ ഫുൾ ടൈം ചെക്ക് ചെയ്യണം, ഇങ്ങനെ റിവോക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അതേ കോഴ്സ് എടുത്ത് ഞാൻ HVAC കോഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അതേ കോഴ്സ് എടുത്ത ഒരു കുട്ടിയുണ്ട് തിരുവനന്തപുരത്ത്. അവൻ എന്നെക്കാൾ 4 ദിവസം മുമ്പേ വിസയ്ക്ക് വെച്ചാണ്. അവന് നവംബർ 2 അവന് വിസ വന്നു. അവൻ വിസ അപ്രൂവലൊക്കെ കോളേജിന് കൊടുത്ത് സെറ്റായി നിൽക്കുകയാണ്. നവംബർ 2 ആയപ്പം ഇതുപോലെ തന്നെ ഞാൻ പരിചയപ്പെട്ട വേറെ കുറച്ച് കൂട്ടുകാർക്ക് ചറപറ ഇത് വന്നു, റിവോക്ക് ലെറ്റർ വന്നു കുറേ പിള്ളേർക്ക്. അപ്പോൾ ഇവരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി, എടാ ഇങ്ങനെ വരുന്നുണ്ട്, നിനക്ക് വല്ലതും വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏജൻസീനെ ഉടനെ കോൺടാക്ട് ചെയ്തു, ചേച്ചി ഇങ്ങനെ കുറേ പേർക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസി പറഞ്ഞു, എടാ ഞങ്ങളും നിൻ്റെ കോളേജിലേക്ക് വിടുന്ന 1-2 പിള്ളേർക്ക് വന്നിട്ടുണ്ട്, നീ ശരിക്കും ഒന്ന് മെയിൽ ചെക്ക് ചെയ്യ്, ഇൻബോക്സും സ്പാമും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇതുവരെ മെയിലൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്നാൽ കോളേജിന് ഒരു മെയിൽ അയക്കുക, നീ കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യ്, കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യ്, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ടും കോളേജിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല, ഒരു മെയിലും ഒന്നുമില്ല. ഈ ബാക്കി പിള്ളേർക്കൊക്കെ ഓഫർ ലെറ്റർ റിവോക്കായി എന്ന് പറഞ്ഞ മെയിൽ വന്നു, പക്ഷേ എനിക്ക് കോളേജിൻ്റെ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അങ്ങനെ ഒരു നവംബർ 12 ആ സമയം അത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, കോളേജിൽ നിന്ന് അഡ്രസ്സൊന്നുമില്ല. നവംബർ 11 12 ഏജൻസിയിൽ നിന്ന് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഏജൻസിയിലെ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇതുവരെ കോളേജിന് അഡ്രസ്സൊന്നും ഇല്ലല്ലോ, നീ അവർക്ക് അങ്ങോട്ടൊരു മെയിൽ അയക്ക്, ഞാനിങ്ങനെ വിസയ്ക്ക് വെച്ച് നിൽക്കുകയാണ്, ഞാൻ സെപ്റ്റംബറിലേക്കാണ് പോകാൻ നിന്നത്, പക്ഷേ എനിക്ക് ലോൺ ഡിലേ ആയതുകൊണ്ട് ഞാൻ ജനുവരിയിലേക്ക് മാറ്റിയായിരുന്നു. അപ്പം നീ ഇങ്ങനെ ഡെഫറൽ ജനുവരിയിലേക്ക് നോക്കുവാണ്, ഞാൻ വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, എനിക്ക് ഉടനെ തന്നെ വിസ വരും, എനിക്ക് മുമ്പേ വിസ വെച്ച പിള്ളേർക്കൊക്കെ അപ്ഡേഷൻസ് കിട്ടിത്തുടങ്ങി, എനിക്കും എന്തായാലും ഉടനെ വരും, അപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ കാനഡയിൽ എത്താം എന്ന് പറഞ്ഞ് നീ കോളേജിനൊരു മെയിൽ അയക്കുക, എൻ്റെ ഓഫർ ലെറ്റർ റിവോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് കോളേജിനൊരു മെയിൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ നവംബർ 12 ഞാൻ കോളേജിന് വൈകുന്നേരം മെയിൽ അയച്ചു, ഒരു 4-4:30 സമയമൊക്കെ ആകുമ്പോഴത്തേനും മെയിൽ അയച്ച്. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ മെയിൽ അയച്ചത്, ഞാൻ കാശിരൂപം തൊട്ട് വെച്ചായിരുന്നു ഞാൻ മെയിൽ അയച്ചത്. അന്ന് രാത്രി തന്നെ നവംബർ 12 അന്ന് രാത്രി എനിക്ക് തിരിച്ച് കോളേജിൽ നിന്ന് മെയിൽ വന്നു, നിൻ്റെ ഓഫർ ലെറ്റർ റിവോക്കായി, അടുത്ത ഇൻടേക്കിലേക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞു. അടുത്ത ഇൻടേക്കിൽ നോക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ജനുവരി 2023 പോകണം. അത് കഴിഞ്ഞ് എൻ്റെ കോഴ്സ് മെയിലില്ല, പിന്നെ അടുത്ത് എനിക്ക് 2023 സെപ്റ്റംബറിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും ഒരുപാട് ഡിലേ ആയിപ്പോവും, പിന്നെ ഞാൻ വെച്ച ഡോക്യുമെൻറ്റ്സൊക്കെ മാറ്റി കൊടുക്കണം, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആദ്യം മുതലേ ചെയ്യണം. അപ്പം ആകെ ഈ കോളേജിൽ നിന്ന് ഈ മെയിൽ വന്നു, ഞങ്ങൾക്ക് ആകെ വിഷമമായി, ഞങ്ങൾ ഇത്രയും ചെയ്തിട്ട് എല്ലാം അവതാളത്തിലാവോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പം മാതാവാണ് എനിക്ക് കാനഡ എന്നുള്ള വഴി കാണിച്ചു തന്നത്. അപ്പം ഇത്ര എത്തിച്ച എൻ്റെ മാതാവാണെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ നവംബർ 14 എനിക്ക് വിസ വന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് വിസ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കോളേജിലേക്ക് 2023 എനിക്ക് പോകാൻ പറ്റണം, ഇൻടേക്കിലേക്ക് പോകാൻ പറ്റണം, ഇല്ലെങ്കിൽ എനിക്ക് വിസ വരണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നവംബർ 14 എനിക്ക് വിസ വന്നു. നവംബർ 14 വിസ വന്നു. അങ്ങനെ ഞാൻ ഏജൻസിയോട് പറഞ്ഞു, ചേച്ചി വിസ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ കോളേജിന് അപ്ഡേറ്റ് കൊടുക്കാം, നീ നാളെ നവംബർ 15 കോളേജിലേക്ക് ഒരു മെയിൽ അയക്കണം, ഇങ്ങനെ എനിക്ക് വിസ വന്നു, ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, എനിക്ക് വിസ വന്നു, എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എത്താൻ പറ്റും എന്ന് പറഞ്ഞ് നീ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ കോളേജിന് മെയിൽ അയക്കാൻ തീരുമാനിച്ചു നവംബർ 15. അപ്പോൾ നവംബർ 15 ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ഞാനിവിടെ ഉടമ്പടി ധ്യാനം ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ അന്ന് രാവിലെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇന്ന് മെയിൽ അയക്കാൻ പോവുകയാണ്, അപ്പോൾ ഇന്ന് അറിയും എന്താ നമ്മുടെ അവസ്ഥ എന്ന് അറിയും. അപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഉടമ്പടി എടുക്കാമെന്ന് നേര്, അഥവാ എനിക്ക് അവിടെ പോകാൻ പറ്റും, എല്ലാം റെഡി ആണെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഉടമ്പടി എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനോട് ഞാൻ പറഞ്ഞു, അമ്മ ഉടമ്പടി നേർന്നു. അന്ന് 15 ഞാൻ ഇവിടെ തത്സമയം ലൈവ് ഞാൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണേ, ഞാൻ ഇന്ന് വൈകുന്നേരം മെയിൽ അയക്കും കോളേജിന്, അമ്മ ആ മെയിലും കൊണ്ട് കോളേജിൽ പോയിട്ട് എനിക്കൊരു സീറ്റ്, എനിക്ക് എൻ്റെ ഈ കോഴ്സിനൊരു സീറ്റ് സെറ്റാക്കി അവിടെ വെക്കണേ, എന്നിട്ട് ആ സീറ്റും കൊണ്ട് എനിക്ക് തിരിച്ച് വരണേന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞോടെ എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നു നോട്ടിഫിക്കേഷനായിട്ട്. ഞാനത് തുറന്നു നോക്കിയപ്പം നിൻ്റെ വിസ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു മെയിൽ കിട്ടി, ഞങ്ങൾക്കൊരു അപ്ഡേഷൻ കിട്ടി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു.
അങ്ങനെ ഞാൻ ഉടനെ ഞാനത് ഏജൻസിയോട് പറഞ്ഞു. അപ്പോൾ ഏജൻസി പറഞ്ഞു, എടാ ഇത് ചിലപ്പം കമ്പ്യൂട്ടർ മെയിലായിരിക്കും, ഓട്ടോമേറ്റഡ് മെയിലായിരിക്കും, നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും വൈകുന്നേരം കോളേജിന് മെയിൽ അയക്ക്, നമുക്ക് അവരുടെ ഒറിജിനൽ റിപ്ലൈ എന്താണെന്നറിയാലോ, അഡ്മിഷൻ ടീംസിൻ്റെ റിപ്ലൈ എന്താണെന്നറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം ഇത് മെയിൽ അയക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ ഉടമ്പടി ഞാൻ കൂടിക്കൊണ്ടിരിക്കുക, ഞാൻ അമ്മേനോട് ഒരു അടയാളം ചോദിച്ചായിരുന്നു. അമ്മ എനിക്ക് അത് കഴിഞ്ഞോടെ എനിക്ക് തന്നെ ഒരു മെയിൽ അയച്ചു തന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് അമ്മയുടെ അടയാളം തന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ മെയിൽ അയച്ചു. ഒരു 4:30 ആ ടൈമൊക്കെ ആയപ്പോൾ മെയിൽ അയച്ചു. ഞാൻ കാശിരൂപം കൂടെ പിടിച്ചാണ് ഞാൻ ഇത് മെയിൽ അയക്കുന്നത്. ഓരോ സെൻറ്റൻസ് എഴുതി അയക്കുമ്പോൾ ഞാൻ അമ്മേനെ ഇങ്ങനെ കാണിക്കും കാശിരൂപം വെച്ച്. എന്നിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അവസാനം ഞാൻ തൈലവും സ്ക്രീനിൽ കുഴിച്ച് വച്ചിട്ടാണ് ഞാൻ അമ്മേനെ കാണിച്ച് ഞാൻ മെയിൽ സെൻഡ് ചെയ്തു. അന്ന് രാത്രി ആയപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു, നിൻ്റെ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു, യു ആർ വെൽക്കം ടു വിൻ്റർ 2023 എന്ന് പറഞ്ഞ് എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു. അങ്ങനെ ഇപ്പം എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ജനുവരി ഇൻടേക്കിലേക്ക് പോവും. ഡിസംബറിൽ അവസാനത്തോടെ ഞാൻ പോവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കാര്യം വിശ്വസിച്ച് ചെയ്താൽ, ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും ചെയ്യുമായിരുന്നു. ആദ്യത്തെ കാര്യം, ഞാൻ ഉടമ്പടി ഫസ്റ്റ് ഇവിടെ എടുത്ത സമയത്ത് പത്രങ്ങളൊക്കെ കിട്ടിയെങ്കിൽ ഞാൻ അത് തൊട്ടടുത്തുള്ള വീട്ടിലേ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ മടിയായിരുന്നു കൊണ്ട് കൊടുക്കാൻ. പക്ഷേ രണ്ടാമത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്തും പത്രം കിട്ടി, 2 കെട്ട് പത്രം കിട്ടി. ഞാനത് വീട്ടിൽ കൊണ്ട് അവിടെ അങ്ങനെ വെച്ചതേ ഉള്ളൂ അലമാരിയിൽ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ അഴകുഴമ്പൻ കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, സത്യസന്ധമായിട്ട് ചെയ്താൽ അമ്മ പറഞ്ഞതുപോലെ ഈശോ പറഞ്ഞ പോലെ നീ ചെയ്താലും നിനക്ക് ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിന് ഫലമായിട്ട് എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഈ പേപ്പർ വർക്കുകളൊക്കെ റെഡിയാക്കുമ്പം. ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരുടെ രൂപത്തിൽ എൻ്റെ അമ്മ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ മാറ്റി തന്നിട്ടുണ്ട്. ഒരുപാട് പൈസയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു, അതെല്ലാം ഓരോ വ്യക്തിയുടെ രൂപത്തിൽ എൻ്റെ അമ്മ വന്ന് എനിക്ക് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അതിൽ ചെയ്തത്? ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും രോഗികളെ... ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമൊന്നും കൊടുത്തിരുന്നില്ല. ഞാൻ ഉടമ്പടി ധ്യാനം ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് പുതുക്കിയിട്ട് ഞാൻ പേപ്പറുകളൊക്കെ എന്ത് ചെയ്തു. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞല്ലോ, അഴകുഴമ്പൻ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വിശ്വാസത്തോടെ ചെയ്യണമെന്ന്. അപ്പം എൻ്റെ മനസ്സിലൊരു പറഞ്ഞു, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല, രോഗികളെ സന്ദർശിച്ചില്ല. അച്ഛൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞു ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു. അന്ന് തന്നെ ഞാൻ പേപ്പറെല്ലാം കൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഞാൻ പള്ളിയിൽ ഞാൻ കൊണ്ടുവച്ചിരുന്നു. പള്ളിയിൽ ഞാൻ 2-3 കൊണ്ടുവച്ചിരുന്നുള്ളൂ എൻ്റെ പള്ളിയിൽ. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഞാൻ പോയി അവർക്ക് ഈ പത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് മനസ്സിലാവാത്തവർക്കൊക്കെ ഞാൻ ഇത് കൃപാസന മാതാവാണ്, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് സാധിക്കുകയാണ് ഉറപ്പായിട്ടും പോകണം, ഇവിടെ പോയാൽ എന്തായാലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഇവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഈ വഴി ഇരിക്കുന്ന ബിഷക്കാർക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ ഞാൻ സാധിക്കണം ഞാൻ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ശനിയാഴ്ചകളിൽ ഞാൻ ഉപവാസം എടുക്കാറുണ്ടായിരുന്നു. ഉപവാസം എടുത്ത് ഞാൻ അതുപോലെ തന്നെ ഞാൻ ബൈബിള് വായിക്കും. ഞാൻ ദിവസം ഞാൻ 13 പേജ് വെച്ച് ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 13-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. 13-ാം തീയതി എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല കാര്യങ്ങൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വിസ് അതുപോലെ തന്നെ ഈ GIC അടയ്ക്കുക, അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ 13 എന്ന് പറഞ്ഞ ഡേറ്റിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ 13 പേജ് വെച്ച് ഞാൻ വായിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്.